ഇന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ ചിത്രം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള സമയം ഇന്നുകൊണ്ട് അവസാനിക്കുകയാണ് അല്ലേ? ഗുഡ് മോർണിംഗ് സിന്ദൂരി. ഏതായാലും സിന്ദൂരി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നിലവിൽ ഇന്നിപ്പോൾ നമുക്കറിയാൻ സാധിക്കും എത്ര സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ ചിത്രം ഇന്ന് നമുക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. കാരണം ഇന്നാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനമെന്ന് പറയുന്നത്. വൈകിട്ട് 5 മണി വരെ അതിനുള്ള സമയമുണ്ട്. അപ്പോൾ അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ നിന്നും കണക്കുകൾ ഏകോപിപ്പിക്കുന്നതായിരിക്കും. ആ രീതിയിലായിരിക്കും. നിലവിലിപ്പോൾ 900-ഓളം സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. പക്ഷേ കൃത്യമായിട്ടുള്ള എണ്ണം എത്രയാണ് എന്നത് സംബന്ധിച്ച് നമുക്ക് ഇന്നോടുകൂടി തന്നെ അതിൻ്റെ ഒരു ചിത്രം വ്യക്തമാകുന്നതായിരിക്കും. പക്ഷേ നമുക്കറിയാം ഒരു ഭാഗത്ത് കൃത്യമായ രീതിയിൽ തന്നെ സംസ്ഥാന വ്യാപകമായി 140 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് സജീവമായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലായിടങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചൂടാണ് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ആ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ LDF ഈ പ്രചരണ രംഗത്ത് വലിയൊരു മേൽക്കൈ ഇതിനകം നേടിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാരണം ആദ്യ ദിനം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങാൻ സാധിച്ചു എന്നുള്ളതാണ് LDFന്റെ ഒരു വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF മുന്നോട്ട് പോകുന്നതും. കാരണം അവർ ആദ്യഘട്ട പ്രചരണം പൂർത്തിയാക്കി രണ്ടാം ഘട്ട പ്രചരണത്തിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം UDFലും NDAയിലും ഇപ്പോഴും തർക്കങ്ങൾ പലയിടങ്ങളിലും നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അവരുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ പോലും തർക്കങ്ങൾ ഒഴിയാത്തത് കാരണം പലയിടങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലടക്കം അത് അവർക്ക് തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ LDF ക്യാമ്പിൽ വലിയ ആത്മവിശ്വാസം തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഒരു 7:30 മുതൽ തന്നെ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. ആ ഒരു ഭാഗം തെരഞ്ഞെടുപ്പ് പ്രചരണം ആ രീതിയിൽ ചൂടുപിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടം തന്നെയാണ്. ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം 14 ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി അവശേഷിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ചുരുങ്ങിയ ദിവസങ്ങളിൽ എല്ലായിടങ്ങളിലും എത്തുക, വോട്ടർമാരുടെ അടുത്തേക്ക് എത്തുക എല്ലായിടങ്ങളിലും എന്നുള്ളത് തന്നെയാണ് സ്ഥാനാർത്ഥികൾ ലക്ഷ്യമിട്ടിട്ടുള്ളത്. ആ രീതിയിലുള്ള പ്രചരണവുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സിന്ദൂരി. അതെ ഷീജ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ആ സമയം തന്നെ ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. പിന്നീട് അങ്ങോട്ട് വളരെ വലിയ തരത്തിൽ ആവേശോജ്വലമായ പ്രചരണം ആരംഭിക്കുന്നു. അങ്ങനെ 1-ാം ഘട്ടം പൂർത്തിയാക്കി 2-ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും നമുക്ക് ഏറ്റവും ഇതായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് UDFിനുള്ളിൽ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള അടികളും മറ്റും ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് വികസനം പറഞ്ഞുകൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ LDFന്റെ സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്കിടയിൽ വലിയൊരു മേൽക്കൈ നേടുന്നത് അല്ലേ? തീർച്ചയായും അതിലൊരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം നമ്മൾ ഏത് മണ്ഡലത്തിൽ ചെന്നാലും ആ മണ്ഡലത്തിൽ ഇടതു സ്ഥാനാർത്ഥികൾ ഈ മത്സര രംഗത്ത് പ്രചരണ രംഗത്ത് അവർ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷങ്ങളിൽ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അതിപ്പോൾ വികസന പ്രവർത്തനങ്ങളിലാകട്ടെ ക്ഷേമ പ്രവർത്തനങ്ങളിലാകട്ടെ, അപ്പോൾ അത് കൃത്യമായ രീതിയിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ ഉറപ്പിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ച ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത അതെന്താണ് എന്നുള്ളത് കൂടിയാണ് ജനങ്ങൾക്ക് മുന്നിൽ അവർ അവതരിപ്പിക്കുന്നത്. ആ രീതിയിൽ അവതരിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളിൽ നിന്ന് മികച്ചൊരു സ്വീകാര്യത, മികച്ചൊരു പ്രതികരണം ലഭിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനമായും ജനങ്ങൾ തന്നെ നേരിട്ട് സ്ഥാനാർത്ഥികളോട് വ്യക്തമാക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് LDFന്റെ ഒരു വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. പക്ഷേ മറുഭാഗത്ത് നമുക്കറിയാം ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തന്നെ വലിയ തോതിലുള്ള അതൃപ്തികൾ നിലനിൽക്കുന്നു, തമ്മിലടികൾ പുകയുന്നു. ഇപ്പോഴും ആ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലിക്കൂടി വലിയ തോതിലുള്ള ചർച്ചകൾ, തർക്കങ്ങൾ ഒക്കെ തന്നെ ഉടലെടുത്തിട്ടുള്ളത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് എന്നുള്ളതിനെ ചൊല്ലി വലിയൊരു തമ്മിലടി തന്നെ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ ഏത് രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം എന്നതിനപ്പുറത്തേക്ക് വിജയിച്ചാൽ ആരാകണം മുഖ്യമന്ത്രി എന്നുള്ള തർക്കമാണ് ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. മത്സരരംഗത്തില്ലാത്ത KC വേണുഗോപാൽ പോലും അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണത്തിൽ നിന്നടക്കം നമുക്ക് വ്യക്തമാകുന്നത്. ഏതായാലും ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ UDFിൽ പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിൽ പുകയുന്നുണ്ട് എന്നുള്ളത് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ അടക്കം അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. സിന്ദൂരി.